الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണക്കടലായ പടച്ചറബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹ്രസ്വമായ ഈ ജീവിതത്തിൻ്റെ കാലയളവിൽ ഒരുപാട് ബന്ധങ്ങൾക്കിടയിലാണ് അള്ളാഹു നമ്മളെ ഇവിടെ ജീവിതം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ബന്ധങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. അത് വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാലമായിരിക്കും. സുഹൃബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, അങ്ങനെ എണ്ണി തീർക്കാനാകാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ബന്ധങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പരിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യപൂർവമാണ് അത് ഒക്കെ നമ്മളോട് പറയുന്നത്. നമ്മുടെ കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, ഖുർറത്തു അഅ്യുൻ എന്നാണ് ആ പദം. വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ്, റഹ്മാനായ റബ്ബിൻ്റെ നല്ലവരായ അടിമകൾ എന്ന് പറഞ്ഞിട്ട് അവർ നടത്തുന്ന ദുആ, രണ്ട് ദുആകൾ കാണാം. അതിലൊന്ന്, അല്ലാഹുവേ ഞങ്ങളെ റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണം റബ്ബേ, വിശ്വാസികൾ നടത്തുന്ന ദുആ. പിന്നെ പറയുന്നത് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സാധാരണ നമ്മൾ ധാരാളം കേൾക്കുന്നതാണ്, ഞങ്ങളെ ഇണകളിൽ നിന്ന്, ഞങ്ങളെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ തരണം റബ്ബേ എന്നാണ്. ഒരു മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായൊരു സംഗതിയാണ്. ഇതേ പദം പിന്നെ ഖുർആൻ മറ്റൊരിടത്ത് ഉപയോഗിച്ചത് സ്വർഗവുമായി ബന്ധപ്പെട്ടിടത്താണ്. കൺകുളിർമ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ. അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ കണ്ണ് കുളിർമയാകും. സ്വർഗത്തിലെ നയനാനന്ദകരമായ കാഴ്ചകൾ, പുതുമകൾ നിറഞ്ഞ കാഴ്ചകൾ, അല്ലാഹു അത് കാണാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്കൂട്ടത്തിൽ പറഞ്ഞ മറ്റൊരു ഒറ്റ പദേ ഖുർറത്തു അഅ്യുൻ, 3 തവണ ഖുർറത്തു അഅ്യുൻ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതകരമായ ജനനവുമായി ബന്ധപ്പെട്ടാണ്. ഫറോവാൻ അന്ന് ഇസ്രായേലി മക്കളെ കൊല്ലുന്ന കാലമാണ്. ആ കാലത്ത് തന്നെ മൂസാ നബി അള്ളാഹു ജനിപ്പിച്ചു. എന്നിട്ട് നദിയിൽ ഒഴുക്കാൻ പറഞ്ഞു ഉമ്മയോട്. ഉമ്മ നദിയിൽ ഒഴുക്കി. അങ്ങനെ അത്ഭുതകരമെന്ന് പറയട്ടെ, ഫറോവാന്റെ കൊട്ടാരത്തിലേക്ക് മൂസ കടന്നു വരുന്നു, ചോര പൈതലായിട്ട്. അപ്പൊ മൂസാ നബിയുടെ ആ ആഗമനം ഫറോവാന്റെ സഹധർമ്മിണി പറയുന്നത് ഖുർആൻ പറയുന്നു, വഖാലത് ഇംറഅത്തു ഫിർഔന ഖുർറത്തു ഐനിൻ ലീ വലക്. ഈ കുട്ടിയെ കാണുമ്പോ കണ്ണിന് കുളിർമ തോന്നുന്നു എനിക്കും നിങ്ങൾക്കും.
അതുകൊണ്ട് ലാ തഖ്തുലൂ, നിങ്ങളീ കുഞ്ഞിനെ കൊന്നു കളയരുത്. അസാ അൻ യൻഫഅനാ, നമുക്കൊരു പക്ഷേ ഈ കുട്ടി ഒരു പ്രയോജനം ഉണ്ടായേക്കാം. ഔ നത്തഖിദഹു വലദാ, അല്ലെങ്കിൽ നമുക്ക് ഈ കുഞ്ഞിനെ ഇവനെ മകനായി സ്വീകരിക്കാം. അവരുടെ ദാമ്പത്യത്തിൽ മക്കളുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മക്കളായിട്ട് വേണമെങ്കിൽ ഈ കുട്ടിയെ സ്വീകരിക്കാം. പക്ഷെ അള്ളാന്റെ തീരുമാനം വേറെ ഒന്നാണ്. മൂസാ നബി എന്ന് വളർത്തുകയാണെങ്കിൽ അവിടെ അല്ലാതെ വളർത്താൻ കഴിയില്ല. ഫറോവാന്റെ കൊട്ടാരത്തിൽ തന്നെ മൂസയെ വളർത്തണം. വേറെ എവിടെ മൂസ വളർന്നാലും മൂസ കൊല്ലപ്പെടും. എന്നെങ്കിലും അറിയും ഇസ്രായേലി കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണെന്ന്. അതിനുവേണ്ടി അള്ളാഹു ഉണ്ടാക്കിയ സംവിധാനം അവിടെയും ഖുറത്തു അയ്യുൻ പ്രയോഗിച്ച് കാണാം. ഹദീസ് മൊത്തം പരതുമ്പോൾ ഖുറത്തു അയ്യുൻ ഒറ്റ സ്ഥലത്തെ പ്രയോഗിച്ച് കാണുന്നുള്ളൂ. പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ ഹുബ്ബിബ ഇലയ്യ അത്വീബ്, എനിക്ക് സുഗന്ധം ഇഷ്ടമാണ്. വന്നിസാ, എനിക്ക് എന്റെ സഹധർമ്മിണിമാരോട് ഇഷ്ടമാണ്. വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാത്ത്, നിസ്കാരത്തിൽ എനിക്ക് കണ്ണിന് കുളിർമയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഖുറത്തു അയ്യുൻ എന്നാണ്, കൺകുളിർമ എന്ന് പറയുന്ന മനസ്സിനും ഹൃദയത്തിനും ആനന്ദം പകരുന്ന ഒരു സംഗതിയായിട്ടാണ് ബന്ധങ്ങളെ ഖുർആൻ കാണുന്നത്. എന്നോടെന്ന പോലെ, നമ്മളെ സമൂഹത്തോടെന്ന പോലെ മാറി നിൽക്കാൻ കഴിയാത്ത, നമ്മളെ ഒക്കെ പിടികൂടിയ, പറയുമ്പോൾ അങ്ങോട്ട് പറയാന്ന് മാത്രം നമ്മളൊക്കെ തുറിച്ചു നോക്കുന്ന കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്താണ് ബന്ധം? ആരാണ് ബന്ധം നിലനിർത്തുന്നവൻ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസൽ വാസിലു ബിൽ മുകാഫി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം നിലനിർത്തുന്നവനല്ല ബന്ധം നിലനിർത്തുന്നവൻ. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മളോട് മിണ്ടുന്ന ആളോട് മിണ്ടും, നമ്മളോട് ചിരിക്കണവരോട് ചിരിക്കും, നമ്മളോട് വർത്താനം പറയണവരോട് വർത്താനം പറയും, നമ്മൾ പിണങ്ങിയവരോട് നമ്മൾ പിണങ്ങും, നമ്മൾ മിണ്ടൂല. അഭിമാനം പറയാറില്ല ചില ആളുകൾ, 36 കൊല്ലമായിട്ട് ഞാൻ തെറ്റി നടക്കുകയാണ് എന്ന് പറയുന്ന ആള് ചിലപ്പോൾ അടുത്ത നിമിഷം അയാള് വെള്ളത്തുണി പുതഞ്ഞിട്ട് അയാളെ കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ അതൊന്നും ആളുകൾ ആലോചിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞ വാക്ക് വലാകിന്നൽ വാസിലു, ആരാണ് ബന്ധം നിലനിർത്തുന്നവനെന്നറിയുമോ? അല്ലദീ ഇദാ ഖതഅത് റഹിമുഹു, കുടുംബബന്ധം അയാളോട് ഇങ്ങോട്ട് ഒരാൾ മുറിച്ചു, പക്ഷേ വസ്വലഹ, അയാളോട് അങ്ങോട്ട് ചേർത്തു. അയാളെന്നാ തെറ്റിയനോട് അങ്ങോട്ട് പോയി മുണ്ടീന്ന, എനിക്ക് തെറ്റാൻ കഴിയില്ല എന്നോട്, അതുകൊണ്ട് ഞാൻ മുണ്ടുകയാണ്. അങ്ങനത്തെ ഒരാളാണ് കുടുംബബന്ധം ചേർത്തവൻ. പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനം ആർക്ക് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയും? അത്ഭുതം തോന്നൂല ആ വാക്കുകൾ. ഒരു സഹാബി ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് പറയാ, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ കുടുംബക്കാരനോട് പണക്കത്തിലാണ്, ഞാൻ അവരോട് മിണ്ടാൻ വേണ്ടി എപ്പോഴും ചെല്ലുന്നു, എപ്പ ചെന്നാലും അവരെന്നെ ഒഴിവാക്കുകയാണ്, എന്നെ ആട്ടിയകറ്റുകയാണ്, ഞാൻ എന്താ ചെയ്യാന്നാ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താ? ഇഞ്ഞാണ് പോണ്ടാന്നല്ല, മറുപടി നീ അത് തുടരുക എന്നാണ്. നീ അത് തുടരുക, നീ അത് തുടരുന്ന കാലത്തോളം അല്ലാഹുവിൽ നിന്ന് ഒരു മലക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ത്യാഗാണ്. നീ പോയി അങ്ങനെ മുണ്ടുകതാണ്. എത്ര പേർക്ക് സാധിക്കുന്ന പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. അവിടെയാണ് ഈ ബന്ധങ്ങളുടെ ഒക്കെ ഒരു മർമ്മം വിശുദ്ധ ഖുർആന്റെ എല്ലാ ആയത്തുകൾ പരതുമ്പോഴും പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ മൊത്തം പരതുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട്. ഈ ബന്ധങ്ങളുടെ ഒക്കെ ഇത് അള്ളാഹു നമ്മളോട് പറഞ്ഞതിന്റെ പേരിലാണ് ബന്ധം നിലനിർത്തുന്നത്. നമ്മളൊരാൾക്ക് സഹായം ചെയ്യുന്ന എന്തിനാ? അള്ളാഹ് പറഞ്ഞതിനാണ്. അതിനപ്പുറം ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ മനസ്സിൽ താപമുണ്ടാകും, മനസ്സിൽ വിഷമമുണ്ടാകും, മനസ്സ് നൊമ്പരപ്പെടും. ആലോചിച്ച് നോക്കൂ. ഒരാൾ അനുഭവം പറയണ്ടായി. അയാള് അയാളുടെ മകൾക്ക് വേണ്ടി ഒരു ജീവിതം അങ്ങോട്ട് സമർപ്പിച്ചു. മകൾക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടി, അതുപോലെ മകൾക്ക് വീട്, ആകൊരു മകളാണ്. അവസാനം അയാൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ആൾക്കാർ വിദേശത്ത് പോയി അങ്ങനെ പണമൊക്കെ ഉണ്ടാക്കി മകളെ എല്ലാ തരത്തിലും നല്ല വിവാഹം, ബന്ധം, പിന്നെ അവൾക്ക് മക്കള്, ഇതൊക്കെ ആയി. എല്ലാം ഇയാളുടെ വിയർപ്പാ. ആ മകൾ ഇയാളോട് അവസാനം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താ എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞു. ഇയാളത് ഷോക്കായി മാറി. അയാൾ പിന്നെ അത് ആലോചിച്ച് തളർന്നു പോയി. അയാൾ മാരകമായ രോഗത്തിലേക്ക് അയാൾ പോവുക. അയാളുടെ മനസ്സ് ശിഥിലം കൊണ്ടുപോകും. ജീവിതത്തിൽ എത്ര അനുഭവങ്ങളുണ്ട് അവിടെ പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, വിശുദ്ധ ഖുർആന്റെ വചനം. എന്തിനാ ഈ മകളെ സഹായിച്ചത്? അത് അള്ളാഹ് പറഞ്ഞിട്ടാണ്, പ്രത്യുപകാരം പ്രതീക്ഷിച്ചിട്ടല്ല. നമ്മൾ മകനെ നോക്കണത് എന്തിനാ?
മകനെ വിദ്യാഭ്യാസം പഠിപ്പിക്കണം എന്തിനാ? വലുതായിട്ട് കുറച്ച് പൈസ നമുക്ക് തന്നിട്ട് ഒരു പേരും കൂടി വാങ്ങാനും കുറച്ച് സ്ഥലം കൂടി വാങ്ങാനും എന്നുള്ള നിയ്യത്താണെങ്കിൽ അത് ഇസ്ലാമികമല്ല. അതൊക്കെ യാന്ത്രികമായിട്ട് നടക്കേണ്ട സംഗതിയാണ്, യാദൃച്ഛികമായി. അങ്ങനെ ആകട്ടെ, വിരോധമല്ല. പക്ഷെ ഇത് എന്റെ ബാധ്യതയാണ്. ഇടക്കിടക്ക് എടുത്ത് പറയാം, ഞാൻ എനക്ക് അത് തന്നു, ഞാൻ എനക്ക് ഇത് തന്നു. മക്കളോടൊന്നും പറയരുത്. കാരണം അത് അല്ലാഹു നിശ്ചയിച്ച ഒരു നിശ്ചിത ക്രമമാണ്. ബാപ്പാരോട് തിരിച്ചും പറയരുത്, നിങ്ങൾക്ക് ഞാൻ അത് കൊടുന്നു, അത് തന്നു, ഇത് തന്നു, ഒന്നും പറയാൻ പാടില്ല. അത് സഹനമാണ്. അവിടെയാണ് ഈ ബന്ധത്തിന്റെ വലിയൊരു അത്ഭുതം കാണുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാണ്, അദ്ദേഹം ആളുകൾക്ക് ധാരാളമായി സഹായിക്കുന്ന ആളാണെന്ന്. അറിഞ്ഞതും അറിയാത്തതുമായ അനേകം സഹായങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച അദ്ദേഹമാണ്. വില കൊടുത്തിട്ട് ഉമയ്യത്തിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. സ്വതന്ത്രനായി മാറി ബിലാൽ റളിയല്ലാഹു അൻഹു. കാലം കടന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവനായി ബിലാൽ മാറി. മദീനാ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവനായി ബിലാൽ മാറി. കഅബയുടെ മച്ചിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കാൻ റസൂലുള്ളാഹി അനുവാദം കൊടുത്തത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്. എല്ലാ അർത്ഥത്തിലും ബിലാൽ നബിക്ക് പ്രിയപ്പെട്ടവനായി. കാലങ്ങൾ കടന്നുപോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു. ബിലാലിനത് താങ്ങാൻ കഴിഞ്ഞില്ല. എന്നെ ഞാനാക്കിയ മനുഷ്യൻ. പള്ളിയിൽ കയറുമ്പോ ബിലാൽ വിതുമ്പം, നബിയില്ലാത്ത മിമ്പറ, നബിയില്ലാത്ത മെഹ്റാബ്, നബിയില്ലാത്ത മദീന, നബിയില്ലാത്ത ഈ നാട്. ഇത് താങ്ങാൻ പറ്റണില്ല. ബിലാൽ തീരുമാനിച്ചു, സിറിയയ്ക്ക് പോവുക. ഞാൻ ഇവിടെ നിൽക്കണില്ല, എനിക്ക് താങ്ങാനാകുന്നില്ല. എന്റെ നബിയില്ലാത്ത ഈ നാട്ടിൽ എനിക്കിനി നിൽക്കാനാവില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പോയാൽ ഇവിടെ മുഅദ്ദിനായിട്ട് സ്വരമാധുരിയോടുകൂടി ബാങ്ക് വിളിക്കാൻ നിങ്ങൾ വേണ്ടേ? ഞങ്ങളങ്ങനെ പോകാൻ പറ്റുമോ? അതേ പറഞ്ഞു, ഞാൻ പോകാൻ തീരുമാനിച്ചു. കുറച്ച് കനത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പറ്റൂല, നിങ്ങൾ പോകാൻ പാടില്ല. അന്ന് സിദ്ദീഖ് അമീറുൽ മുഅ്മിനീനാണ്, ഭരണാധിപനാണ്. നിങ്ങളെ മദീനക്ക് ആവശ്യമാണ്, നിങ്ങളെ ഈ നാടിനാവശ്യമാണ്. അപ്പോ ബിലാൽ ഒരു വാക്ക് പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ഞാനൊന്നും മറന്നിട്ടില്ല. ഉമയ്യത്ത് എന്നെ മർദ്ദിച്ച് ഞാൻ ബോധം കെട്ട് വീണ നേരത്ത് ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കയറ്റിയിട്ട് കടത്തിയിട്ട് എന്നെ വലിച്ച നേരത്ത്, എന്റെ നെഞ്ചത്ത് പാറക്കല്ല് വെച്ച നേരത്ത്, ഞാൻ വാവിട്ട് കരഞ്ഞ നേരത്ത് എന്നെ കൈപിടിച്ചിട്ട് രക്ഷപ്പെടുത്തിയത് നിങ്ങളാണ്. അത് ജീവിതത്തിൽ ഞാൻ മറന്നിട്ടില്ല. നിങ്ങളാ ചെയ്തത് അള്ളാഹുവിന്റെ റിള ഉദ്ദേശിച്ചാണോ, പടച്ചവന്റെ തൃപ്തി ഉദ്ദേശിച്ചാണോ? നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വല്ല മോഹത്തിനു വേണ്ടിയാണോ ഞാൻ ഈ മദീനയിൽ നിൽക്കാം? സിദ്ദീഖ് പറഞ്ഞു, പോയിക്കോ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാണ്. ആയത്ത് വന്നു, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബിതിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅലാ വലസൗഫ യർളാ. ഒരു പ്രതിഫലവും ഒരാളും ഒന്നും ചെയ്തിട്ടില്ല. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, ലഭ്യമാകുന്ന ഒരു പ്രതിഫലവും അദ്ദേഹം മോഹിച്ചില്ല. ഇല്ല ബിതിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅലാ, അത്യുന്നതനായ രക്ഷിതാവിങ്കൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ. വലസൗഫ യർളാ, അത് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ അദ്ദേഹം തൃപ്തിപ്പെടും. ഈ ആയത്ത് ലൈല് സൂറത്തിന്റെ അവസാന ഭാഗത്ത് വന്ന 3 ആയത്തുകളാണ്. അതിന്റെ വ്യാഖ്യാനം വായിക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മകളെ കുറിച്ച് അപവാദ പ്രചരണം ഉണ്ടായി. ചില ആളുകൾ അത് ഏറ്റെടുത്തു. ആയിഷ എന്ന പൊന്നുമകളെ കുറിച്ച് അപവാദ പ്രചരണം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ അത് സഹിച്ചില്ല സിദ്ദീഖിന്. സ്വന്തം മകളാ. അത്ഭുതകരമെന്ന് പറയട്ടെ, സിദ്ദീഖ് അപ്പോഴാണ് ആളുകൾ അറിയുന്നത് തന്റെ കുടുംബത്തിൽപ്പെട്ട മിസ്തഹ് എന്ന് പേരുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. എത്രയോ കാലമായിട്ട് എല്ലാ മാസവും ആ മനുഷ്യൻ അദ്ദേഹം സഹായം ചെയ്യുമായിരുന്നു. ഉപജീവനത്തിന് വേണ്ടി ഒരാളും അറിയാതെ കൊണ്ടേ കൊടുക്കും മിസ്തഹിന്. ഈ മിസ്തഹ് മകളെ അപവാദം പറഞ്ഞ കൂട്ടത്തില് മിസ്തഹും മകളെ കുറിച്ച് വേണ്ടാത്ത വർത്താനം പറഞ്ഞു. അതറിഞ്ഞപ്പോ സിദ്ദീഖിന് സഹിച്ചില്ല. റബ്ബേ, ഞാൻ എന്തൊക്കെ അയാൾക്ക് ചെയ്തു, എന്നിട്ട് അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ മകളോട്.
ഇനി മേലിൽ ഞാൻ അയാൾക്ക് സഹായം കൊടുക്കൂല. ഖുർആൻ ആയത്തങ്ങട് വന്നു, വലാ യസ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅ അൻ യുഅ്തു ഉലിൽ ഖുർബാ വൽ മസാകീനി വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. ഹിജറ വന്നവർക്ക്, മിസ്കീന്മാർക്ക്, കുടുംബ ബന്ധമുള്ളവർക്ക് നിങ്ങളൊന്നും കൊടുക്കൂല എന്ന് പ്രതിജ്ഞ ചെയ്യരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഒന്നേ പറ്റുള്ളൂ, വല്യഅഫൂ, മാപ്പ് കൊടുക്കണവർക്ക്, വല്യസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു തരുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. നൂറ് സൂറത്തിലെ 22-ാമത്തെ ആയത്താണ്. അപ്പോൾ ആളുകൾ പോലും അറിയണത് മിസ്തഹിന് ഇങ്ങനെ കൊടുത്തിരുന്നു സിദ്ദീഖ് എന്നാണ്. സിദ്ദീഖ് അത് തുടർന്നു എന്നാണ്. കാരണം ലക്ഷ്യം എന്താ? അള്ളാന്റെ തൃപ്തിയാണ്. ഈ ആളുകളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കൊടുക്കാൻ പാടില്ല, കൊടുത്തിട്ട് കാര്യമില്ല. ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ്. ഭാര്യയെ ഭർത്താവ് ഒരുപാട് സ്നേഹിച്ചതും ലാളിച്ചതും നോക്കിയതും എന്തിനാ? അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ്, പഠിച്ചോന്റെ തീരുമാനം. അങ്ങനെ ആവുമ്പോ പിന്നെ നിരാശ വരൂല. ചില ഭാര്യമാര് പറയുന്ന കേട്ടിട്ടില്ലേ, ഒരു ജീവിതകാലം മുഴുവൻ അയാൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി തീർന്ന് അവസാനം അയാൾ ചെയ്ത പണി എന്ന് അവള് പറഞ്ഞ് നൊമ്പരപ്പെടണ്ട. കാരണം അതിനൊക്കെ കൂലി അള്ളാന്റെ ഭാഗത്തു നിന്നാണ്. സ്വർഗത്ത് കടന്ന ആളുകള് അന്നം കൊടുത്തു. എന്തിനാന്നറിയോ? പാവപ്പെട്ടവരും തടവുകാർക്കും ഒക്കെ അവർ അന്നം കൊടുത്തത് അള്ളാന്റെ പ്രീതി കാക്ഷിച്ചിട്ടാ. എന്നിട്ട് പിന്നെ അവര് പറഞ്ഞൊരു വാക്ക്, ഒരു നന്ദി വാക്ക് പോലും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ കൊടുത്തത്. അങ്ങനെ പ്രതീക്ഷിച്ച് കൊടുത്താൽ പലപ്പോഴും മനുഷ്യൻ നിരാശനാകും. മനുഷ്യനൊരു സ്വഭാവമുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. രക്ഷിതാവ് എന്ന് മാത്രമല്ല, സഹായിച്ചവനോടൊക്കെ ചിലപ്പോൾ മനുഷ്യൻ നന്ദി കെട്ടവനാകും. ചില ആളുകൾ പറയുന്ന കേട്ടിട്ടില്ലേ, ഞാനാണ് അവന് വിസ കൊടുത്തത്, ഇപ്പൊ ഓൻ എന്തൊക്കെയായി, ഓൻ ഇപ്പോ മെയിൻറ്റെയിൻ ചെയ്യൽ പോലും ഇല്ല, ഒരു ബന്ധമല്ല, എല്ലാത്തൊരു അത്ഭുതം. അത് ദുനിയാവ് അങ്ങനെ. ചിലപ്പോ മനുഷ്യൻ കാലം കടന്നു പോയപ്പോ മനുഷ്യൻ പലതും മറക്കും. പക്ഷെ എന്തിനാ ഇതൊക്കെ ചെയ്തത്? റബ്ബിന്റെ തൃപ്തി. ബന്ധങ്ങളുടെ ഒക്കെ പിന്നിൽ അതാ. ഖുർആൻ പരതുമ്പോ നമ്മൾ അത്ഭുതപ്പെടുവോ? മാതാപിതാക്കളായിട്ടുള്ള ബന്ധം പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ. മാതാപിതാക്കളെ തൃപ്തി എന്തിനാ നമ്മൾ നേടിയത്? അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാ. മാതാപിതാക്കളുടെ തൃപ്തി കിട്ടും അള്ളാന്റെ തൃപ്തി കൊണ്ട് എന്ന് പറയുമ്പോ ആ ബന്ധം അല്ലാഹുവിലേക്ക് അടുത്തു പോകുന്നു. അതുകൊണ്ടാണ് കുടുംബ ബന്ധത്തെ പറ്റി പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞത്, കുടുംബ ബന്ധം അർശുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാന്റെ അർശുമായി ബന്ധപ്പെട്ടതായി ബന്ധം. ആരെങ്കിലും അത് മുറിച്ച അർശുമായിട്ടാണ് അവൻ ബന്ധം മുറിക്കുന്നത്. എത്ര ഗൗരവത്തിലുള്ള വാക്കാണ്. ലോകത്തിലെ ഏത് ബന്ധങ്ങൾ നോക്കൂ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതൊക്കെ പടച്ചറപ്പായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ദാമ്പത്യത്തെ പറ്റി പറഞ്ഞൊരു വാക്ക്, ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. അവർ നിങ്ങളുടെ വസ്ത്രം, നിങ്ങൾ അവരുടെ വസ്ത്രം. അള്ളാന്റെ ഒരു സംവിധാനമാണത്. മനുഷ്യന്റെ ഏറ്റവും അടുത്തത്, നാണം മറക്കുന്നത്, വ്യക്തിത്വം ഉണ്ടാക്കുന്നത്, മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, സ്വസ്ഥത നൽകുന്നത്, സൗന്ദര്യം നൽകുന്നത് ഒക്കെ ഈ വസ്ത്രമല്ലേ മനുഷ്യന്? അതിനോട് താരതമ്യപ്പെടുത്താണ് മനോഹരമായ ദാമ്പത്യത്തെ. എല്ലാ ബന്ധങ്ങളും ഈ പരലോക ലക്ഷ്യം, റബ്ബുമായിട്ടുള്ള ബന്ധം, അതുമായിട്ട് കെട്ടുപണഞ്ഞു കിടക്കുക. അതുകൊണ്ട് ആ മഹ്ശറിലെ 7 വിഭാഗം ആളുകൾക്ക് തണല് കൊടുക്കുന്നു പറഞ്ഞിട്ട് ആ 7 വിഭാഗത്തെ ഇങ്ങനെ എണ്ണിപ്പറയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു വിഭാഗം പറഞ്ഞത്, വറജുലാനി തഹബ്ബാ ഫില്ലാഹ്, അല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഇഷ്ടപ്പെട്ടത്. പടച്ചോന്റെ മാർഗത്തിലാണ് ഇഷ്ടപ്പെട്ടത്. വജ്തമഅ, ആ മാർഗത്തിലാണ് അവർ കൂടിച്ചേർന്നത്. എന്നെങ്കിലും ഇനി അവർ പിരിയാണെങ്കിലും അതേ മാർഗത്തിലാണ് അവർ പിരിഞ്ഞത്. അങ്ങനത്തെ 2 പേർ, അങ്ങനത്തെ ആളുകൾ, അവർക്ക് തണലില്ലാത്ത ദിവസം അല്ലാഹുവിന്റെ തണല് ലഭിക്കുന്നു. ഇതിന്റെ ഒരു ഗൗരവവും ഇതിന്റെ ഒരു പ്രാധാന്യവും നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, തഹാദ്ദൗ, നിങ്ങൾ ഹദിയ കൊടുക്കണം. ഫഇന്നൽ ഹദിയത തുദ്ഹിബു വഗ്റസ് സദർ, ഹൃദയത്തിന്റെ ഈർഷ്യത,
ഹദിയ കൊണ്ട് നീങ്ങിപ്പോകും. ചില ആളുകൾ പറയില്ല, ഞങ്ങളാർക്കും ഒന്നും കൊടുക്കലില്ല, ഞങ്ങളാരുടെയും വാങ്ങലുമില്ല. അതൊന്നും ഇസ്ലാമിക മര്യാദയുടെ ഭാഗമല്ല. അഭിമാനത്തിൽ ഇങ്ങനെ പറയുന്നതാണ്. ഞങ്ങൾ കൊടുക്കൂല, ഞങ്ങൾ വാങ്ങൂല്ല. അതങ്ങനെ പറയാൻ പാടില്ല. അത് പുണ്യ നബി പറയാ, നിങ്ങൾ കൊടുക്കുക. അതുകൊണ്ടാണ് നബിക്ക് എപ്പോഴും ദാനധർമ്മ ഈ ഹദിയകൾ വന്ന കൂട്ടത്തിൽ പറയാറുണ്ടല്ലോ, അവിടത്തേക്ക് വന്ന ഹദിയകൾ ചിലത് സ്വീകരിക്കും, പക്ഷെ സുഗന്ധം കൊടുത്തിട്ട് ഒരിക്കൽ പോലും അവിടുന്ന് വേണ്ടാന്ന് പറയൂല എന്ന് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ബന്ധം ഇതൊക്കെ പടച്ചോന് വേണ്ടിയാണ്. അത് നേരത്തെ സൂചിപ്പിച്ചത്. പണക്കം, മനുഷ്യന്മാർ തമ്മിൽ പണങ്ങും, പക്ഷെ എന്ത് ചെയ്യണം? ഇണങ്ങണം. മനുഷ്യൻ ഇണങ്ങണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത്ഭുതം തോന്നില്ലേ? ഐസിയുവിൽ കിടക്കുക, അയാൾ ഏത് നിമിഷം പോവും, വിവരം അറിയിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ പുറത്ത് എത്രയോ കാലം അയാൾ തെറ്റിയ ഒരാളിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, സങ്കടം കൊണ്ട്. അയാൾക്കൊന്ന് നന്നാകണമെന്നുണ്ട്. പക്ഷെ ഐസിയു കിടക്കുന്ന ആളോട് പറഞ്ഞു, ഇന്ന ആള് ആകെ 2 ആൾക്കേ കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസരത്തിൽ അയാളോട് പറയാ, അല്ല നിങ്ങളെ ഇന്ന ആള് കാണണം വന്നിക്കണം, അനുജം വന്നിക്കണം. അപ്പോ ഓൻ ഇങ്ങോട്ട് വരണ്ടാന്ന് ഇയാൾ ആംഗ്യം കാണിക്കാം. എന്ത് ദീനാ നമ്മളെ ദീനെന്ന് ആലോചിച്ചു നോക്കുന്നു. അടുത്ത നിമിഷം വട പറയാണ്, വീർപ്പിതൊന്ന് നിന്ന് പോയാൽ ഈ അന്ധത തീർന്നിടും, പെരിയവൻ തന്നുള്ള റൂഹവൻ തന്നെ കൊണ്ട് പോയിടും. ഒറ്റ മിനിറ്റ് കൊണ്ട് ബലമുള്ള ശരീരമായി പെട്ടെന്ന് ഈ ശരീരത്തിലെ ജീവനങ്ങ് പോയി, റൂഹ് നഷ്ടപ്പെട്ടു, ഒക്കെ പോയി. പക്ഷെ ആ വാശി തീർന്നില്ല. അവിടെയാണ് സഹാബാ കിറാമിന്റെ കാലത്ത് പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സഹാബിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം വാഗ്വാദം, റസൂലുള്ളാഹിന്റെ അടുത്ത് പരാതികൾ. അതിന്റെ പരിഹാരം അവർക്കറിയാം. പിണങ്ങാം, പ്രശ്നം ഉണ്ടാവും മനുഷ്യന്മാർ തമ്മിൽ. പക്ഷേ ആ പിണക്കത്തിന്റെ കാലയളവ് എത്രയെന്നറിയോ? 3 ദിവസം മാത്രം. അവിടെയാണ് ഈ 36 കൊല്ലായിട്ട് ഞങ്ങൾ തെറ്റി നടക്കുകയാണെന്ന് പറയുന്ന ഒരു ഇസ്ലാമിന്റെ, ഒരു മുസ്ലിമിന്റെ കൾച്ചർ, ലവലേശം ദീനുമായിട്ട് ബന്ധമല്ല എന്നുള്ള ബോധ്യം ഞാൻ അടക്കമുള്ളവർ അങ്ങനെ പറയുമ്പോൾ അത്ഭുതം തോന്നണ്ട. അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അങ്ങനെയാണ്. ചില ആളുകളെ നമ്മൾ അങ്ങോട്ട് വെറുത്തു പോയാൽ മനസ്സിൽ അല്ലേ, അത് പാടില്ല എന്നാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറഞ്ഞു, വഖൈറുഹുമാ അബ്ദഉ ബിസ്സലാം. ആ തെറ്റിയിലെ ഏറ്റവും നല്ല ആളാരാന്നറിയോ? സലാം കൊണ്ട് തുടങ്ങുന്നവനെന്നാ. കാരണം ഇവർക്കറിയാം 3 ദിവസത്തിന്റെ ഇടയിൽ മുട്ടും. എത്രയോ സഹാബിമാർ അങ്ങനെ. റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കാണ്, ആദ്യമായിട്ട് സലാം പറയുന്നവൻ ആരാണോ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമൻ. പിന്നെ ഇവർക്ക് മുണ്ടാൻ താല്പര്യമാകുകയാണ്, സൗഹൃദം പുതുക്കാൻ താല്പര്യമാകാണ്. റസൂലുള്ളാഹിന്റെ ഒരൊറ്റ വാക്കുണ്ട്, വഖൈറുഹുമാ അബ്ദഉ ബിസ്സലാം. സലാം കൊണ്ട് തുടങ്ങുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവൻ. അപ്പൊ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അവിടെയാണ് ബന്ധങ്ങളെ പറ്റി പറഞ്ഞിട്ട് അത് അള്ളാഹുവിന്റെ മഹളായ ഫളലാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് ആളുകളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാത്തിനും പടച്ച റബ്ബിൽ നിന്നുള്ള പ്രതിഫലം. അതാരെ സഹായിച്ചാലും, ആരെ നോക്കിയാലും, ആരോട് കടപ്പാട് തീർത്താലും. പിതാവിന്റെ കാര്യം പറയുമ്പോൾ റബ്ബിന്റെ കാര്യം വരും, മാതാവിനെ പറ്റി പറയുമ്പോൾ അള്ളാഹിനെ പറ്റി വരും, മക്കളെ നോക്കുമ്പോൾ അതിൽ റബ്ബ് കടന്നു വരും, സമൂഹത്തെ നോക്കുമ്പോ, പാവപ്പെട്ടവരെ നോക്കുമ്പോ അതൊക്കെ അല്ലാഹുവായിട്ടുള്ള ബന്ധം കടന്നു വരും. അതുകൊണ്ട് നമ്മളോട് ദുആ പോലും ഖുർആനിലുണ്ട്, റബ്ബന ഗഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പടച്ചോനെ, ഞങ്ങളെക്കാൾ മുന്നേ ഈ ആദർശം ഏറ്റുവാങ്ങിയവർ, വിശ്വസിച്ചവർ, അവർക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ. എന്നിട്ട് പിന്നെ പറയുന്ന ഒരു ദുആ എന്താണെന്നറിയാം? നമ്മൾ മറന്നുപോയ ദുആയാണത്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബേ, ഞങ്ങളുടെ മനസ്സിൽ വിശ്വാസികളോട് ഒരു തരത്തിലുള്ള ഈർഷ്യതയും തരരുത് റബ്ബേ, അസൂയ തരരുത് റബ്ബേ, പക തരരുത് റബ്ബേ. എത്ര ഉജ്ജ്വലമായ ദുആ. അവിടെയാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നിലനിൽക്കാൻ ഒറ്റ നിയത്തേ ഉള്ളൂ, പരലോകത്തുള്ള മോചനം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ.
മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹ്. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അയൽവാസിയെ ബഹുമാനിക്കട്ടെ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹ്. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ. എത്ര പദങ്ങൾ അവിടൊക്കെ ഈ വിശ്വാസവും പരലോകമായിട്ട് കൂട്ടിഘടിപ്പിച്ചിട്ട് ഈ ബന്ധങ്ങളെ ഏറ്റവും മനോഹരമാക്കിയിട്ട് റബ്ബുൽ ഇസ്സത്ത് സംവിധാനിക്കുന്നു എന്നുള്ളത് മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറമാണ്, മനുഷ്യന്റെ പരിമിതികൾക്കപ്പുറമാണ്, അവന്റെ ക്ഷമകൾക്കും വിട്ടുവീഴ്ചകൾക്കും അപ്പുറമാണ് ഈ ബന്ധങ്ങളുടെ പൊരുൾ എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളൊക്കെ പടച്ച റബ്ബിന് വേണ്ടിയാണെന്നുള്ള ബോധത്തോടുകൂടി ബോധ്യത്തോടുകൂടി അത് ക്രമപ്പെടുത്താനും അത് ആരോഗ്യകരമാക്കാനും നമ്മൾ ബദ്ധശ്രദ്ധരാവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.